സമീപകാലത്തായിട്ട് ഇന്ത്യ ക്രിക്കറ്റിൽ വളരെ ചർച്ചയായിട്ടുള്ള രണ്ട് പേരുകളാണ് സഞ്ജു സാംസണിൻ്റെയും ശുഭ്മാൻ ഗില്ലിൻ്റെയും. അത് പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2020 ലോകകപ്പ് ടീമിലേക്ക് സഞ്ജു വരുന്നു. വൈസ് ക്യാപ്റ്റനായിരുന്ന ശുഭ്മാൻ ഗില്ലിനെ ടീമിൽ നിന്ന് പുറത്താവുന്നു. വളരെ കുറച്ച് വിവാദങ്ങളൊക്കെ ഉണ്ടായി. ഗില്ലിനെ അനുകൂലിച്ചും ഗില്ലിനെ പുറത്താകലിനെ എതിർത്തും സഞ്ജുവിനെ വരവിനെ അനുകൂലിച്ചും വളരെ കുറേ കാര്യങ്ങൾ നടന്നിരുന്നു. പക്ഷെ ഇപ്പോഴും ഗില്ലിന് വേണ്ടിയുള്ള ഒരു വാദങ്ങൾ നടക്കുന്നുണ്ട്, സഞ്ജുവിനും പേരിലും വാദങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഗില്ലിൻ്റെ കാര്യത്തിലേക്ക് നോക്കുമ്പോൾ കുറച്ച് പ്രത്യേകതയുണ്ട്. അദ്ദേഹം 2020 വളരെ പെർഫോമൻസ് എടുക്കാൻ പറ്റാത്ത പോയിട്ടുള്ളത്. പക്ഷേ ഏകദിനത്തിലായിക്കോട്ടെ ടെസ്റ്റിലായിക്കോട്ടെ ഗില്ലിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് വലിയൊരു തകർച്ച അല്ലെങ്കിൽ ഒരു പെർഫോമൻസ് വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഇനി അടുത്ത മാസം മുതൽ വരാൻ പോകുന്ന ഇന്ത്യയുടെ ഒരു സീസൺ എന്ന് പറയുമ്പോൾ ന്യൂസിലാൻഡുമായിട്ടുള്ള ഇന്ത്യയുടെ ഒരു ഏകദിന T20 പരമ്പരകൾ നിർണായകമാണ്. അതിൽ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂസിലാൻഡുമായിട്ട് നടക്കാൻ പോകുന്ന ഏകദിന പരമ്പര. അപ്പോൾ ഗില്ലിൻ്റെ ഒരു ഇന്ത്യൻ ടീമിലേക്കുള്ള ഒരു ശക്തനായിട്ടുള്ളൊരു വരവ് കണ്ടൊരു മത്സരമായിരുന്നു 2023 പരമ്പര. 3 മത്സരങ്ങളായിട്ട് 360 റൺസാണ് ഗില്ല് നേടിയത്. ആ മത്സരത്തിൽ ഒരു സെഞ്ചുറി നേടുന്നു, ഒരു ഡബിൾ സെഞ്ചുറി നടക്കുന്നു ഉൾപ്പെടെയാണ് ഗില്ലി നേട്ടം കൈവരിച്ചത്. ആ മത്സരത്തെ സേഫ് എങ്ങനെ ഓർക്കുന്നുണ്ട്? എങ്ങനത്തെ ആയിരുന്നു ആ മത്സരത്തിൻ്റെ പരമ്പരയുടെ 3 മത്സരങ്ങളുടെ? തീർച്ചയായിട്ടും ഗില്ലിനെ സംബന്ധിച്ച് ഗില്ലിൻ്റെ കരിയറിലെ ഏറ്റവും ഒരു വിഷമം പിടിച്ചൊരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് നമ്മൾ പറയേണ്ടി വരും. ഏറ്റവും വിഷമം പിടിച്ചതെന്ന് പറയുമ്പോൾ ഏറ്റവും നല്ലൊരു വർഷവുമായിരുന്നു ഏറ്റവും മോശം രീതിയിൽ ഉള്ളൊരു വർഷം, മോശം കാര്യം ഏറ്റുവാങ്ങേണ്ട ഒരു വർഷം കൂടിയായി ഗില്ലിന് ഇത് മാറിയിട്ടുണ്ട് 2025 എന്ന് പറയുന്നത്. നമുക്കറിയാം ഇംഗ്ലണ്ടിനെതിരെ അവരുടെ നാട്ടിൽ നടക്കുന്ന ടെസ്റ്റ് പരമ്പരക്ക് തൊട്ട് മുമ്പാണ്, അല്ലെങ്കിൽ തൊട്ടുമുമ്പല്ല കുറച്ച് മുമ്പാണ് രോഹിത് ശർമ്മയും അതുപോലെ തന്നെ വിരാട് കോഹ്ലിയും ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഗില്ല് ഇന്ത്യയുടെ ക്യാപ്റ്റനായിട്ട് വരുന്നൊരു ടെസ്റ്റ് പരമ്പരയിലേക്ക് വരികയും ആദ്യ പരമ്പര തന്നെ ഇംഗ്ലണ്ടിൽ നടക്കുന്ന സേനാരാജ്യങ്ങളിൽ നമുക്കറിയാം, സേനാരാജ്യങ്ങളിൽ നടക്കുന്ന ടെസ്റ്റ് പരമ്പരകളും ഏകദിന പരമ്പരകളാണെങ്കിലും എത്രത്തോളം വിഷമം പിടിച്ചാണെന്ന് നമുക്കറിയാം. പക്ഷെ ഇംഗ്ലണ്ടിൽ വളരെ മാസ്മരികമായിട്ടുള്ള ഒരു ബാറ്റിംഗ് പ്രകടനമാണ് ഗില്ല് കാഴ്ചവെച്ചത്. അതുവഴി ഗില്ല് സ്വാഭാവികമായിട്ട് ഇന്ത്യൻ ക്രിക്കറ്റിലെ വലിയ രീതിയിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഇതുണ്ടാക്കുകയും ഒരുപാട് പേര് രാജകുമാരനല്ല രാജാവ് തന്നെയാണ് എന്ന് വാഴ്ത്തുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു വർഷം. അതായിരുന്നു ഈ വർഷത്തിന്റെ തുടക്കം. പതിയെ അവിടുന്ന് ഓസ്ട്രേലിയയിലേക്കുള്ള ഏകദിന പരമ്പര വരുമ്പോഴേക്കും ഗില്ല് രോഹിത് ശർമ്മേനെ മാറ്റിയിട്ട് അപ്രതീക്ഷിതമായിട്ട് രോഹിത് ശർമ്മയുള്ള അതേ പ്ലേയിങ് ലെവലിൽ തന്നെ ഗില്ല് ക്യാപ്റ്റൻ ആകുന്നു. തീർച്ചയായിട്ടും വലിയ ഒരു നേട്ടം തന്നെയാണ്. നിലവിലുള്ള ക്യാപ്റ്റൻ ടീമിലുണ്ടായിരിക്കുക, അതും ഏറ്റവും മികച്ച ഫോമിൽ, ആ സമയത്ത് ഫോം ഔട്ട് ആയിരുന്നെങ്കിൽ പോലും രോഹിത് ഏറ്റവും മികച്ച ഫോമിൽ കളിക്കുന്ന ആ പഴയ ക്യാപ്റ്റന്റെ നായകനായി മാറുക എന്നൊരു വലിയ ഒരു ഭാഗ്യം ഗില്ലിന് ലഭിച്ചു. അതോടൊപ്പം തന്നെയാണ് ഈ പറയുന്ന T20 ടീമിലേക്കുള്ള വരവിനെ നമ്മൾ എടുത്തു കാണേണ്ടത്. 3 ഫോർമാറ്റിലേക്കും ഒരു ക്യാപ്റ്റൻ എന്ന ഇന്ത്യയുടെ പദ്ധതി. പക്ഷെ ഒരു നിലവിലെ സാഹചര്യത്തിൽ അത് ഒരു ഫ്ലോപ്പായിട്ട് ഇരിക്കുകയാണ് ആ പദ്ധതി എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. അപ്പൊ തീർച്ചയായിട്ടും വളരെ നല്ല രീതിയിൽ തുടങ്ങിയ വലിയ രീതിയിൽ ടെസ്റ്റ് ഏകദിന ക്യാപ്റ്റൻ ആകുന്നുണ്ട്. T20 വൈസ് ക്യാപ്റ്റൻ ആയിട്ട് വന്നിട്ട് ലോകകപ്പിന് തയ്യാറെടുക്കുന്ന ഘട്ടത്തിൽ തൊട്ട് മുമ്പ് ഗില്ല് T20 ടീമിൽ നിന്ന് പുറത്തു പോകേണ്ടി വരുന്നു. അത് ഗില്ല് അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. ഗില്ലിനെ പരിക്ക് പറ്റുന്ന സമയമായിരുന്നു. ഗില്ലിനെ വളരെ വ്യക്തമായിട്ട് ഗില്ലിനോട് അറിയിച്ചിട്ടില്ല, തൊട്ട് മുമ്പാണ് അറിയിക്കുന്നത് എന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നു. അപ്പൊ ഏറ്റവും നല്ല കാര്യം ഏറ്റവും മോശം കാര്യം സംഭവിച്ചിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. ന്യൂസിലാൻഡിനെതിരെ നിലവിൽ ഗില്ലിനെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു മോശം അല്ലെങ്കിൽ ഒരു ആരാധകരുടെയൊക്കെ ഇടയിൽ ഗില്ല് ഒരു പുറത്താക്കപ്പെട്ട ഒരാളായിട്ട് നിൽക്കുന്ന ഗില്ലിനെ സംബന്ധിച്ച് ഏറ്റവും മികച്ചൊരു അവസരം ഇനി വരാൻ പോകുന്നത് ന്യൂസിലാൻഡിനെതിരെയുള്ള ഏകദിന പരമ്പരയാണ്. അതിൽ നിലവിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ വാർത്തകൾ വന്നത് ഗില്ല് വളരെയധികം കഷ്ടപ്പെട്ട് ഇത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള റിപ്പോർട്ടുകളാണ് വന്നത്. നെറ്റ്സിൽ വളരെ നല്ല രീതിയിൽ പരിശീലനം നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ന്യൂസിലാൻഡിനെതിരെയുള്ള ഏകദിന പരമ്പര എന്ന് പറയുമ്പോൾ നമുക്ക് 2023 ഇതിന് മുമ്പ് ന്യൂസിലാൻഡ് ഇന്ത്യയിലേക്ക് വന്ന ഏകദിന പരമ്പര നമ്മൾ ഓർത്തു വെക്കേണ്ടതുണ്ട്. അതിൽ 2-3 വാക്കുകളാണ് എനിക്ക് പറയാനുള്ളത്. ഒന്ന്, ഇന്ത്യയുടെ ആധിപത്യം. 2, ഗില്ലിന്റെ അഴിഞ്ഞാട്ടം. അതുപോലെ തന്നെ 3, രോഹിത് ശർമ്മയുടെ ഒരു തിരിച്ചുവരവ്. ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ കണ്ട ഒരു പരമ്പരയായിരുന്നു. ഞാൻ അങ്ങനെയാണ് ആ പരമ്പരയെ ഓർക്കുന്നത്. ഗില്ലിന്റെ അഴിഞ്ഞാട്ടം എന്ന് പറയുമ്പോൾ ഗില്ല് ഡബിൾ സെഞ്ചുറി നേടുന്നത് എനിക്ക് തോന്നുന്നത് 2023 ജനുവരി 18 അതിലെ ആദ്യത്തെ മത്സരം നടക്കുന്നത്. ജനുവരി 15 ശ്രീലങ്കയ്ക്കെതിരെ ഗില്ല് ഒരു സെഞ്ചുറി അടിച്ചിട്ടുണ്ട്. ആ സെഞ്ചുറിക്ക് തൊട്ട് പിന്നാലെയാണ് ഈ ന്യൂസിലാൻഡിനെതിരെ ഡബിൾ സെഞ്ചുറി വരുന്നത്. 208 റൺസ് എന്ന് പറയുന്ന വളരെ മികച്ച ഒരു ഇന്നിങ്സ്, 140
149. അതെ അതെ, കിഡിലൻ ഇന്നിങ്സ് എന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ വളരെയധികം ഇതായിട്ടുള്ള കൺട്രോൾഡ് ആയിട്ടുള്ള ഗില്ലിന്റെ ഒരു അപ്രമാദിത്യം എന്ന് പറയുന്ന സാധനം എന്താണ് ഗില്ലിന്റെ ഒരു ക്വാളിറ്റി എന്ന് നമ്മൾ കണ്ട ഒരു മത്സരമായിരുന്നു. 19 4ഉം 9 6ഉം ഉൾപ്പെടെയായിരുന്നു. അതെ അതെ, വളരെ ഗില്ലിന്റെ ക്വാളിറ്റി വളരെ വ്യക്തമായിട്ട് കാണിച്ചു തന്ന ഒരു കണ്ട മത്സരമായിരുന്നു ആ മത്സരം എന്ന് പറയുന്നത്. തൊട്ടടുത്ത മത്സരം ഇപ്പൊ രോഹിത് ശർമ്മയുടെ കംബാക്ക്, എന്തുകൊണ്ടാണ് രോഹിത് ശർമ്മയുടെ കംബാക്ക് എന്ന് പറഞ്ഞതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ 2020 രോഹിത് ശർമ്മ അതിന് മുമ്പ് ഒരു സെഞ്ചുറി അടിച്ചത്. 3 വർഷത്തിന് ശേഷം രോഹിത് ശർമ്മ സെഞ്ചുറി അടിച്ചൊരു പരമ്പര കൂടിയാണ് അത് എന്ന് നമ്മൾ പറയേണ്ടി വരും. ഇപ്പൊ രണ്ടാമത്തെ മത്സരം നോക്കുകയാണെങ്കിൽ, ഇപ്പൊ ആദ്യത്തെ മത്സരം നോക്കുകയാണെങ്കിൽ ഹൈദരാബാദില് 12 റൺസിനാണ് ഇന്ത്യ വിജയിക്കുന്നത്. ആ മത്സരത്തിൽ ഗില്ല് 208 റണ്ണ്, 149 പന്തിൽ 208 റണ്ണ് അടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ രോഹിത്, സൂര്യകുമാർ, അത് ഹാർദിക് പാണ്ഡ്യ, ഇവരുടെയൊക്കെ ഒരു നല്ല കോൺട്രിബ്യൂഷൻ വരികയും ഇന്ത്യ ഒരു നല്ല ഇതിലേക്ക് എത്തുകയും, ബ്രൈസ്വെല്ല് ഈ പറയുന്ന ന്യൂസിലാൻഡിന് വേണ്ടിയിട്ട് സെഞ്ചുറി അടിച്ചെങ്കിൽ പോലും ഇന്ത്യയുടെ ഒരു വിജയം കണ്ട ഒരു മത്സരമായിരുന്നു ആദ്യ മത്സരം. രണ്ടാമത്തെ മത്സരം വരികയാണെങ്കിൽ ഇന്ത്യ 8 വിക്കറ്റിനാണ് വിജയിച്ചത്. ന്യൂസിലാൻഡ് വെറും 108 റണ്ണിന് ഓൾ ഔട്ടായ ഒരു മത്സരത്തിൽ ഗില്ല് നോട്ട് ഔട്ട് ആയിട്ട് 40 റൺ എടുത്തു എന്നുള്ളതാണ് എടുത്തു പറയണത്. അതെ അതെ, രണ്ടാമത്തെ മത്സരം നോട്ട് ഔട്ട് ആയിട്ട് 40 റൺ എടുത്തിട്ട് ടീമിനെ വിജയത്തിലേക്ക് എത്തിച്ചു. 8 വിക്കറ്റ് നഷ്ടത്തിലാണ് ഇന്ത്യ സ്കോർ പിന്തുടർന്ന് വിജയിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് 8 വിക്കറ്റിന്റെ വിജയം ഇന്ത്യ സ്വന്തമാക്കി എന്നുള്ളത് തന്നെയാണ് നമ്മൾ എടുത്ത് പറയേണ്ടത്. പിന്നെ മൂന്നാമത്തെ മത്സരം വരുമ്പോൾ തീർച്ചയായിട്ടും മൂന്നാമത്തെ മത്സരത്തിൽ ഇന്ത്യ 90 റൺസിനാണ് വിജയിക്കുന്നത്. ആ മത്സരത്തിലാണ് രോഹിത് ശർമ്മ സെഞ്ചുറി അടിക്കുന്നത്. അതായത് 3 വർഷങ്ങൾക്ക് ശേഷം, 2020 ശേഷം, 2020 അവസാനമായി സെഞ്ചുറി അടിച്ച രോഹിത് ശർമ്മ 3 വർഷത്തിന് ശേഷം സെഞ്ചുറി അടിച്ച ഒരു അതെ 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 ആ ഒരു ഇതായിരുന്നു. 2023 ആയിരുന്നു മത്സരം എന്ന് പറയുന്നത്. 2023 രോഹിത് സെഞ്ചുറി അടിച്ചത്. അതുപോലെ തന്നെ ഗില്ല് 112 റണ്ണ് ഗില്ല് നേടുന്നുണ്ട്. അപ്പോൾ ആ മത്സരത്തിൽ ഹാർദിക് പാണ്ഡ്യ 38 പന്തിൽ 54 റൺ അടിക്കുന്നുണ്ട്. ഈ ഇന്ത്യ 90 റണ്ണിന്റെ ഒരു വളരെ ശക്തമായ, വളരെ ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള ഒരു വിജയം സ്വന്തമാക്കിയ ഒരു മത്സരമായിരുന്നു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഗില്ല് ആയിരുന്ന ആ ഒരു സീരീസിന്റെ സ്റ്റാർ പ്ലെയർ. എനിക്ക് തോന്നുന്നു രണ്ടാമത്തെ സെക്കൻഡ് ബെസ്റ്റ് റൺവേട്ടയിൽ സെക്കൻഡ് ബെസ്റ്റ് 186 ഒക്കെ ആ റേഞ്ചിലേ ഉള്ളൂ. ഏറ്റവും 360, അതായത് രണ്ടാമത് നിൽക്കുന്ന ആള് നേടിയതിനേക്കാൾ ഇരട്ടി റണ്ണ് ഗില്ല് നേടിയ പരമ്പരയാണ് ആ പരമ്പര. ഗില്ല് 360 നേടുമ്പോൾ രോഹിത് 180 നേടുന്നുണ്ട്. അതുപോലെ തന്നെ ആ പരമ്പരയുടെ പ്രത്യേകത വെച്ചാൽ ഇരട്ട സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരനായിട്ട് ഗില്ല് മാറുന്നുണ്ട്. അതുപോലെ തന്നെ ബാബർ ആസം ആണെന്ന് തോന്നുന്നു ഒരു പരമ്പരയിലെ 3 മത്സരങ്ങൾ പരമ്പരയിലെ 360 റൺസ് എടുത്തിട്ടുള്ളത്. അതേ റൺസാണ് ഗില്ലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത്. അതായത് ഒരു ഗില്ലിന്റെ അഴിഞ്ഞാട്ടം, ഇപ്പൊ സേവ് പറഞ്ഞാൽ ഗില്ലിന്റെ അഴിഞ്ഞാട്ടം കണ്ടൊരു മത്സരമായിരുന്നു. ഗില്ലിന്റെ ഒരു ഇപ്പോഴത്തെ രീതിയിലോട്ടുള്ള ഗില്ലിന്റെ ഒരു വരവിന് ഒരു ആക്കം കൂട്ടൊരു പരമ്പരയായിരുന്നു അത്. അവിടെ നിന്നാണ് ഗില്ലിന്റെ എല്ലാവിധ ഒരു നേട്ടങ്ങളിലേക്കും ഗില്ല് എത്തി. പക്ഷെ ഇപ്പൊ നിലവിൽ ഇപ്പോൾ 2020 മാറി നിൽക്കുന്നു എന്ന് ഒഴിച്ചാൽ ഗില്ല് ടെസ്റ്റിലാണെങ്കിലും ഏകദിനത്തിലാണെങ്കിലും ബെസ്റ്റ് പ്ലെയർ തന്നെയാണ്. ഇന്ത്യക്ക് മുന്നിൽ നിർത്താൻ പറ്റുന്ന ഒരു നായകൻ തന്നെയാണ്. പക്ഷെ നമ്മൾ ആ ന്യൂസിലാൻഡിനെതിരെയാണ് ഇന്ത്യക്ക് ഇനി വരാൻ പോകുന്ന മത്സരം. സ്വാഭാവികമായിട്ടും ന്യൂസിലാൻഡിനെതിരെ മികച്ച റെക്കോർഡുള്ള ഒരു താരം കൂടിയാണ് ഗില്ല്. അപ്പോൾ ഗില്ലിൻ്റെ ഭാഗത്ത് നിന്ന് ഇനി അത്തരം ഒരു പെർഫോമൻസ് നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുകയും ചെയ്യാം. കാരണം ഗില്ലിന് ഇനി ശക്തമായിട്ടൊരു തിരിച്ചുവരവ് ആവശ്യമാണ്. കാരണം ഇപ്പം നിലവിൽ ഗില്ലിനെതിരെ ആരോപണം ഒരു നെഗറ്റീവ് ഷെയ്ഡ് നിൽക്കുന്നുണ്ട്. അത് സ്വാഭാവികമായിട്ടും ഗില്ലിന് അതിപ്പോൾ സേവ് പറഞ്ഞ പോലെ നല്ല പ്രാക്ടീസ് നടത്തുന്നുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഗില്ല് ഒട്ടും അപ്രതീക്ഷിതമായിട്ട് ആരും പ്രതീക്ഷിച്ചില്ല ഗില്ല് 20 ലോക ടീമിൽ നിന്ന് പുറത്താവുന്നു. അപ്പോൾ ഗില്ലിന് ഇനി തിരിച്ചു വരാൻ പറ്റുന്ന അവസരം നാട്ടിൽ നടക്കുന്ന ഒരു മത്സരമാണ്. തീർച്ചയായിട്ടും ഞാൻ ഗില്ലിന്റെ കാര്യത്തിൽ, ഗില്ലിന്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഗില്ലിനല്ല കുറ്റപ്പെടുത്തേണ്ടത്. അത് കുറ്റപ്പെടുത്തേണ്ടത് കൃത്യമായിട്ട് ആ ടീം മാനേജ്മെന്റിൽ ആരാണോ ഗില്ലിനെ വൈസ് ക്യാപ്റ്റൻ ആയിട്ട് ആ രീതിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചത് അവരെയാണ് കുറ്റപ്പെടുത്തേണ്ടത്. കാരണം ഇന്ത്യനെ സംബന്ധിച്ച് നമുക്കറിയാം, ശുഭ്മാൻ ഗില്ലിന്റെ ഒരു ക്ലാസിക്കൽ ശൈലിയിലുള്ള കളിയാണ്. അത് ഏറ്റവും നല്ല രീതിയിൽ അനുയോജ്യമായിട്ടുള്ളത് ഏകദിനത്തിനും അതുപോലെ തന്നെ ടെസ്റ്റിനുമാണ്. അത് ഗില്ല് തെളിയിക്കുന്നുണ്ട്. ഏകദിന ടീമിന്റെ ടെസ്റ്റ് ടീമിന്റെ ക്യാപ്റ്റനാണ് ഗില്ല്. ഇനി കുറച്ച് കാലത്തേക്ക് ഇന്ത്യൻ ക്രിക്കറ്റിൽ ഇവര് ഇപ്പോൾ നമുക്ക് പറയാം ചെറിയൊരു ഫോം ഔട്ട് ആണെങ്കിൽ പോലും, കുറച്ചു കാലത്തേക്ക് ഒരു ഫോം ഔട്ട് ആണെങ്കിൽ പോലും ഇന്ത്യൻ ടീമിന്റെ നായകൻ എന്ന നിലയിൽ ഓൾറെഡി ഗില്ലിന് ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തങ്ങൾ ഗില്ല് നിർവഹിക്കേണ്ടതുണ്ട് ഇപ്പൊ ഏകദിന ടെസ്റ്റ് ടീമിന്റെ ക്യാപ്റ്റൻ എന്ന നിലയിൽ. പക്ഷെ അതിനിടയിൽ ഈ T20 ഗില്ലിനെ കൊണ്ടുവന്ന ആ ഒരു നീക്കം, പ്രത്യേകിച്ച് സഞ്ജു അഭിഷേക് എന്ന് പറയുന്ന 2 ഓപ്പറേഴ്സ് വളരെ നല്ല രീതിയിൽ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു ഘട്ടത്തിൽ, പ്രത്യേകിച്ച് ഇംഗ്ലണ്ടിനെതിരെയുള്ള ഒരു പരമ്പരനെ കുറിച്ച് ഞാൻ, അതായത് അത് ഒഴിവാക്കി കളയല്ല, ഇംഗ്ലണ്ടിനെതിരെയുള്ള പരമ്പരയിൽ ഈ പറയുന്ന പോലെ സഞ്ജുവിനെ സംബന്ധിച്ച് അത്ര
നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷെ എങ്കിൽ പോലും ഏഷ്യ കപ്പിന്റെ തൊട്ട് മുമ്പ് അടുത്ത ലോകകപ്പ് മുന്നിൽ കണ്ടൊരു നീക്കം എന്ന് പറഞ്ഞിട്ട് ഗില്ലിനെ കൊണ്ടുവരുന്ന ആ നീക്കത്തെ ആ ഘട്ടത്തിൽ തന്നെ നമ്മൾ അതിനെക്കുറിച്ച് തന്നെ അതൊരു നല്ല നീക്കമായിരിക്കില്ല, കാരണം നിലവിലുള്ള ഓപ്പണിംഗ് ജോഡിനെ പൊളിക്കുന്ന ഒരു നല്ല നീക്കമായിരിക്കില്ല എന്ന് നമ്മൾ പലരും വിമർശിച്ചിട്ടുള്ളതാണ്. ആ വിമർശനം ശരിയാണ് എന്നാണ് ഇപ്പൊ തെളിഞ്ഞത്. അതായത് അങ്ങനെ ഒരു തെറ്റ് വരുത്തിയത്, ആ തെറ്റ് അവര് തന്നെ തിരുത്തുകയാണ് ചെയ്തത് ഗില്ലിന്റെ കാര്യത്തിൽ. പക്ഷെ ഗില്ലിനെ സംബന്ധിച്ച് അത് ഒരു മോശം, അല്ലെങ്കിൽ ഗില്ലിനെ ആരാധകരെ അവരുടെ ടീമിൽ നിന്ന് പുറത്താക്കിയ ആള് നിലവിലെ ഏകദിന ക്യാപ്റ്റനെ, ടെസ്റ്റ് ക്യാപ്റ്റനെ T20 ടീമിൽ നിന്ന് പുറത്താക്കി എന്ന് പറയുമ്പോൾ ഗതിയില്ലാതെയാണ് പുറത്താക്കിയെന്ന്. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. അതങ്ങനെ സംഭവിക്കൂ എന്നുള്ളത് വേറെ ഓപ്ഷൻ ഇല്ല. അല്ല, അതൊരു പരീക്ഷണമായിരുന്നു. ആ പരീക്ഷണത്തിന് മുതിർന്നത് കറക്റ്റ് ആയിട്ടുള്ള സമയത്തായിരുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ സഞ്ജുവും അഭിഷേകും നല്ല രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യക്ക് വേറെ T20 ഓപ്ഷനുകളുടെ ഒരു കൂമ്പാരം തന്നെ കിടക്കുന്നുണ്ട്. ഇപ്പൊ ഓപ്പണേഴ്സ് ആണെങ്കിലും ബാറ്റർമാരാണെങ്കിലും ഒരു T20 ഇന്ത്യക്ക് ഓപ്ഷൻസിന്റെ ഒരു കുറവുമില്ല. ആ ഒരു ഘട്ടത്തിൽ ഗില്ലിനെ ഒരു പരീക്ഷണ വസ്തു ആക്കേണ്ടതില്ലായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ന്യൂസിലാൻഡ് പരമ്പരയിലേക്ക് വരികയാണെങ്കിൽ ഞാൻ വളരെ ഉറ്റുനോക്കുന്നത് രോഹിത്തിന്റെയും അതുപോലെ തന്നെ വിരാട് കോഹ്ലിയുടെയും പെർഫോമൻസ് ആണ്. വിരാട് കോഹ്ലി രോഹിത്തും ആ ഓസ്ട്രേലിയൻ പരമ്പരയിൽ തിരിച്ചെത്തിയത് മുതൽ കിടിലം പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പൊ വിജയ് ഹസാര ട്രോഫിയിലടക്കം ഇപ്പോ രോഹിത് ആദ്യ മത്സരത്തിൽ സെഞ്ചുറി അടിച്ച്, കോഹ്ലിയും അതേ മത്സരം സെഞ്ചുറി അടിച്ച്, കോഹ്ലി രണ്ടാമത്തെ മത്സരത്തിൽ 50 അടിച്ച്. അതേസമയം രോഹിത് രണ്ടാമത്തെ മത്സരത്തിൽ ഗോൾഡൻ ഡെക്കായി. പക്ഷെ ഗോൾഡൻ ഡെക്ക് ആവുന്നതും രോഹിത് ഒരു ആ രീതിയിലേക്ക് ബാറ്റിംഗ് ഒരു എന്താ പറയാ സ്കോർ ചെയ്യാൻ ശ്രമിച്ചത്, ഫസ്റ്റ് ബോൾ തന്നെ കൂട്ടിനടിക്കാൻ ശ്രമിച്ചിട്ടാണ് പുറത്താവുന്നത്. ബൗണ്ടറി ലൈനിൽ വെച്ചിട്ടാണ് പുറത്താവുന്നത്. അതൊക്കെ ഫീൽഡർ ക്യാച്ചിൽ ഒന്ന് തട്ടിയിട്ടാണ് എടുക്കുന്നത്. ആദ്യം കയ്യിൽ നിന്ന് പോയെങ്കിൽ പോലും, ആ കയ്യിൽ നിന്ന് പോയെങ്കിൽ ഒരുപക്ഷെ അത് പിന്നീട് രോഹിത്തിന്റെ വെടിക്കിട്ട് നമുക്ക് കാണാമായിരുന്നു. പക്ഷെ അതൊരു ന്യായമല്ല. അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് ഒരുപാട് പോസിറ്റിവിറ്റി ഉള്ള ഒരു ഇതാണ്. അപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്നത് ന്യൂസിലാൻഡിനെതിരെയുള്ള പരമ്പരയിൽ, ഇന്ത്യ ന്യൂസിലാൻഡ് പരമ്പരയിൽ ഗില്ലിന്റെ പെർഫോമൻസ്, അതുപോലെ തന്നെ കോഹ്ലി രോഹിത് ഇവരുടെ പെർഫോമൻസ് ആണ്. ഗില്ലിന്റെ പെർഫോമൻസ് എന്തുകൊണ്ട് ഇപ്പം നിർണായകമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗില്ലിനെ സംബന്ധിച്ച് നിലവിൽ ഒരു പരിക്കിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ ടെസ്റ്റ് ഏകദിന കഴിഞ്ഞ പരമ്പര ഗില്ലിന് കളിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഗില്ല് തിരിച്ചെത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ജയ്സ്വാളിന്റെ ടീമിലെ സ്ഥാനം നഷ്ടപ്പെടാനുള്ള ഒരു സാധ്യതയും കൂടി ഉണ്ട്. അതാണ് നമ്മൾ എടുത്ത് പറയേണ്ട ഒരു കാര്യം. കാരണം ജയ്സ്വാൾ ഇപ്പോൾ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഏകദിന പരമ്പരയിൽ ഗില്ലും ശ്രേയസ് അയ്യരും ഇല്ലാത്തതുകൊണ്ട് തന്നെ ജയ്സ്വാൾ ഋതുരാജ് ഗൈക്വാദാണ് കളിച്ചത്. അപ്പൊ അതേസമയം ഇനി വരാൻ പോകുന്ന ഈ പരമ്പരയിൽ ഗില്ല് ടീമിലേക്ക് ശക്തമായി തിരിച്ചെത്തും. അപ്പൊ ഗില്ലിനെ സംബന്ധിച്ച് കഴിഞ്ഞ ഏകദിന പരമ്പര കളിച്ചിട്ടില്ല എന്നുള്ളതിന്റെ ഒരു ഇതും കൂടി ഉണ്ട്. ഇപ്പോൾ നിലവിലുണ്ടായ ഈ പ്രശ്നങ്ങളുടെ ഒരു ഇതിൽ നിന്ന് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് മടങ്ങി പോവുകയും വേണം. അപ്പൊ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ 2023 ഈ പറയുന്ന ന്യൂസിലാൻഡിനെതിരെയുള്ള പരമ്പരയിൽ ഗില്ല് പുറത്തെടുത്ത അതേ പ്രകടനം തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സ്വന്തം നാട്ടിലൊരു പരമ്പര എന്ന് പറയുമ്പോൾ വളരെയധികം നിർണായകമാണ്. ക്യാപ്റ്റൻ എന്ന രീതിയിലുമാണ് ഗില്ല് തിരിച്ചു വരാൻ ഒരുങ്ങുന്നത്. എന്തായാലും മികച്ചൊരു വിജയം ഇന്ത്യക്ക് ഏകദിന പരമ്പരയിൽ നേടാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം, എല്ലാം ഇനി സമയത്തിൽ.